നോക്കാനുള്ളത് ആക്ടിവിറ്റി 9 ആണ്. ഇതൊരു പിക്ചർ ഡിസ്ക്രിപ്ഷനാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. ഈ പിക്ചർ നോക്കി ഈ സീനിനെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എഴുതുകയാണ് വേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്തായാലും ഒരു 90% പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ആദ്യം ഈ പിക്ചറിലേക്കൊന്ന് നോക്കാം. ഇവിടെ ആരൊക്കെയുള്ളത്? കവിത. പിന്നെ ആരാ ഉള്ളത്? കവിതേൻ്റെ മദർ. പിന്നെ ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. പിന്നെ താഴെ നോക്കിയാൽ ഇവിടെ ഒരു പൂച്ചക്കുട്ടി കിടക്കുന്നത് കാണാം. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ പറയേണ്ടത്. ഫസ്റ്റ് പറയാം. കവിതാസ് മദർ ഈസ് കുക്കിംഗ് ഫുഡ്. കവിതയുടെ മദർ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ടെൻറ്റ് കാണാം. യു ക്യാൻ സീ എ ടെൻറ്റ് ഹിയർ. അതിന് നമുക്ക് എന്താ പറയുക? ദർ ഈസ് എ ടെൻറ്റ്. ഇറ്റ് ഈസ് കവിതാസ് ഹൗസ്. ഇവിടെ നമുക്ക് കവിതയുടെ അനിയനെ ഒരു തൊട്ടിൽ ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് ആടുന്നത് കാണാം. ഇതിനെന്താ പറയുക? എ ക്രാഡിൽ ഈസ് ഹങ് ഓൺ എ ബിഗ് ട്രീ. ഇവിടെ 2 പക്ഷികളെ കാണാം. അവർ പറക്കുകയാണ്. 2 birds ആർ ഫ്ലൈയിങ് ഹൈ. നല്ല ഹൈറ്റിൽ 2 ബേർഡ്സ് പറക്കുന്നുണ്ട്. ദർ ഈസ് എ ബിഗ് ട്രീ. ഇവിടെ ഒരു വലിയ മരമുണ്ട്. ദർ ഈസ് എ ഡോഗ്. ഡോഗ് എന്താ ചെയ്യുന്നത്? ദർ ഈസ് എ ഡോഗ് വാച്ചിങ് കവിതാസ് മദർ. എ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ്. ഇവിടെ ഒരു പൂച്ച കിടന്നുറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എഴുതി നോക്കാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതൊരു മനോഹരമായ ചിത്രമാണ്. നമുക്ക് പരീക്ഷയിൽ വരുമ്പോൾ എന്തൊക്കെ ചിത്രങ്ങൾ തന്നാലും അതൊക്കെ ഹാപ്പി ആയിട്ടുള്ള നല്ല മനോഹരമായ ചിത്രങ്ങളായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഏത് പിക്ചർ ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ എന്നുള്ളത് പോലത്തെ സിമ്പിൾ സെൻറ്റൻസസ് ഉപയോഗിച്ച് ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ദർ ഈസ് എ ടെൻറ്റ്. ഇവിടെ ഒരു ടെൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് കവിതാസ് ഹോം. ഈ ടെൻ്റ് എന്താ? കവിതയുടെ വീടാണ്. ദർ ഈസ് എ ബിഗ് ട്രീ. ഇതിലൊരു ബിഗ് ട്രീ, ഒരു വലിയ മരമുണ്ട്. എ ക്രാഡിൽ ഈസ് ഹങ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ഇവിടെ ഒരു തൊട്ടിൽ ഒരു വലിയ മരത്തിൻ്റെ ചില്ലയിലാണ് കെട്ടിയിരിക്കുന്നത്. കവിതാസ് ലിറ്റിൽ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് ഇൻ ദിസ് ക്രാഡിൽ. ആ തൊട്ടിലിൽ കവിതയുടെ ചെറിയ അനിയനും കിടക്കുന്നുണ്ട്. കവിതാസ് മദർ ഈസ് കുക്കിംഗ് ഫുഡ്. കവിതയുടെ അമ്മ ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. കവിത ഈസ് സ്റ്റാൻഡിങ് നിയർ ഹെർ മദർ. കവിത അമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. എ ക്യാറ്റ് ഈസ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. ഇവിടെ ഒരു ക്യാറ്റ് ഗ്രൗണ്ടിൽ കിടക്കുന്നുണ്ട്, നിലത്ത് കിടക്കുന്നുണ്ട്. എ ഡോഗ് ഈസ് സ്റ്റാൻഡിങ് ദെയർ. ഇവിടെ ഒരു ഡോഗ് നിൽക്കുന്നുണ്ട്. 2 birds ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. നിങ്ങൾക്ക് ഈ സ്കൈയിലേക്ക് നോക്കിയാൽ 2 ബേർഡ്സ് പറക്കുന്നത് കാണാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ തരുമ്പോൾ കഴിയുന്നതും ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ഉപയോഗിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ചെയ്യാൻ ശ്രമിക്കുക. ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി നമ്പർ 10. ഇതൊരു സിമ്പിൾ ആക്ടിവിറ്റിയാണ്. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ആൻഡ് മാച്ച് ദെം വിത്ത് ഇമോജീസ്. നമുക്കിവിടെ കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസസിനെ നമുക്ക് ഈ ഇമോജീസ് ആയിട്ട് മാച്ച് ചെയ്യണം. ആദ്യത്തെ ഇമോജി ഉണ്ടോ? ചിരിച്ച് നിൽക്കുന്ന ഒരു ഇമോജിയാണ്. രണ്ടാമത്തെ ഇമോജി ഒന്ന് നോക്കിയേ. ഇതൊരു വിഷമിച്ച് നിൽക്കുന്ന ഇമോജിയാണ്, എ സാഡ് ഇമോജി. അടുത്തതോ ഒരു ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഒരു ഇമോജിയാണ്, സർപ്രൈസ്ഡ് ഇമോജിയാണ്. നമുക്കിനി ഈ സെൻറ്റൻസസ് ഒന്ന് വായിച്ചു നോക്കാം. കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സഷ. കവിത സഷയുടെ കയ്യിൽ നിന്ന് സ്റ്റോറി ബുക്ക് മേടിക്കുമ്പോൾ വളരെ സർപ്രൈസ്ഡായി അത്ഭുതപ്പെട്ടിട്ടാണ് നിന്നിരുന്നത്. അടുത്ത ഒന്ന് വായിച്ചു നോക്കാം. സഷ ആൻഡ് നവീൻ ബിക്കെയിം ഹാപ്പി. സഷയും നവീനും ഹാപ്പിയായി. വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദെം. അവരുടെ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റ് ചെയ്തപ്പോൾ, അഭിനന്ദിച്ചപ്പോൾ സഷയും നവീനും വളരെയധികം ഹാപ്പിയായി. സഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ്. സഷ ആ പെൺകുട്ടിയെ കണ്ടത് ഒരു കീറിയ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു.
ഷീ ബിക്കെയിം സാഡ്. അവൾ വളരെയധികം സങ്കടപ്പെട്ടു. അപ്പോൾ ആദ്യത്തത് നമുക്ക് സർപ്രൈസിൻ്റെ ഇമോജിയാണ് കൊടുക്കേണ്ടത്. സർപ്രൈസിൻ്റെ ഇമോജി ഏതാ? അതുപോലെ സെക്കൻഡത്തത് നമുക്ക് ഹാപ്പി ഇമോജിയാണ് കൊടുക്കേണ്ടത്. ഇതിലേതാ ഹാപ്പി ഇമോജി? മൂന്നാമത്തത് ടോൺ ഡ്രസ്സിൽ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവൾ സാഡാണ് ആയത്. അപ്പോൾ നമുക്ക് സാഡ് ഇമോജി കൊടുക്കണം. ഇതിൽ ഈ ഒരു ആൽഫബറ്റ് ഉണ്ട്, ABC എന്നുള്ള ആൽഫബറ്റ്സ് ഉണ്ട്. ആ ആൽഫബറ്റ്സ് ആണ് ഈ കോളങ്ങളിൽ എഴുതേണ്ടത്. എഴുതി നോക്കാം. ഫസ്റ്റത്തത് സർപ്രൈസ്ഡ്. കവിത സർപ്രൈസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഏത് ഇമോജിയാ? C. അപ്പോൾ ഈ കോളത്തിൽ C എന്ന് എഴുതാം. അടുത്തത് നമുക്ക് നോക്കാം. ഹാപ്പി ഇമോജിയാണ് രണ്ടാമത്തേൽ കയറ്റേണ്ടത്. ഏതാണ് ഹാപ്പി ഇമോജി? A. ആൽഫബറ്റ് A വരുന്നതാണ് ഹാപ്പി ഇമോജി. അടുത്തതോ? ഷീ ബിക്കെയിം സാഡ്. മൂന്നാമത്തേൽ നമുക്ക് സാഡ് ഇമോജിയാണ് കയറ്റേണ്ടത്. ഇതിലേതാ സാഡ് ഇമോജി? B. ആൽഫബറ്റ് B വരുന്നതാണ് സാഡ് ഇമോജി. അപ്പോൾ ഇവിടെ B എന്ന് എഴുതുക. ഈ സെൻറ്റൻസസ് എല്ലാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വായിച്ച് ആ ഇമോജി ഒന്ന് നോക്കുക.